Hi everyone, Assalamu alaikum. I am Rafna speaking, founder of Little Feats Online Classes. ഞാൻ ഓരോ വർഷവും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ടേം എക്സാമിന് ശേഷം പല പാരന്റ്സിൽ നിന്നും പാനിക് ആയിട്ടുള്ള കോൾസ് വരാറുണ്ട്. എന്റെ മോന് എഴുതാൻ പറ്റുന്നില്ല, മോൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, വേർഡ്സ് ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനമായും പാരന്റ്സ് പറയുന്ന പ്രശ്നങ്ങൾ. ആ സമയത്ത് ഞാൻ സാധാരണ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? അത് ശരിയായ സമയമല്ല. കാരണം ആ സമയത്ത് കുട്ടികൾ ഓൾറെഡി വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ലൈക്ക് അക്കാഡമിക് പ്രഷർ അവർക്ക് ഉണ്ടാവും, കുറേ ഹോംവർക്ക് ഉണ്ടാവാം, അസൈൻമെന്റ്സ് ഉണ്ടാവാം, എക്സാംസ് ഉണ്ടാവാം. അതിനിടയിൽ ഫൗണ്ടേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം കുട്ടികൾക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ പാരന്റ്സ് അതിന് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടും പാരന്റ്സിന് ഉണ്ടാവാറുണ്ട്. സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പോലുള്ള ബേസിക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കുട്ടികൾക്ക് കാം ആയിട്ടുള്ള ഒരു സമയമാണ്, പ്രഷർ ഇല്ലാത്തൊരു സമയം. അതുകൊണ്ട് തന്നെ ഇതാണ് റൈറ്റ് ടൈം. ഇപ്പൊ ഏപ്രിലാണല്ലോ, നമുക്ക് എല്ലാവർക്കും സമ്മർ വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞു. സോ ഇതാണ് റൈറ്റ് ടൈം. ഇപ്പൊ തന്നെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ കുട്ടികൾക്ക് വേർഡ്സ് ബ്ലെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എഴുതാനും വായിക്കാനും പതുക്കെ പതുക്കെ അവർക്ക് കോൺഫിഡൻസ് വരും. ഞാനിവിടെ പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്, ലൈക്ക് സ്റ്റോറി റൈറ്റിംഗ്, പോം റൈറ്റിംഗ്, അതൊന്നും അല്ല കേട്ടോ. ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് മോണ്ടിസറി ഫോണിക് സൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മളിവിടെ എഴുതാനും വായിക്കാനും അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഗ്രേഡ് 2, 3, 4, 5, മേ ബി അതിനേക്കാൾ മുകളിൽ ഹയർ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോലും ഈ സെയിം പ്രോബ്ലം ഉണ്ടാവാം. അതിന്റെ റീസൺ ഇതാണ്, അവർക്ക് കുട്ടികൾക്ക് ഫോണിക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്സിനോട് എന്റെ ചെറിയൊരു സജഷൻ, പാനിക്കേണ്ട സമയം സെപ്റ്റംബർ അല്ല, പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് ഏപ്രിൽ. ഓക്കെ, ഏപ്രിൽ മെയ്. സോ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വളരെ ഈസി ആയിരിക്കും.